അതിവേഗ റെയിൽപാത പദ്ധതിയുമായി മെട്രോമാൻ ഇ ശ്രീധരൻ മുന്നോട്ട്. പദ്ധതിയുടെ പ്രവർത്തനങ്ങൾക്കായി പൊന്നാനിയിൽ ഓഫീസ് തുറന്നു. ഇന്ന് രാവിലെ 9-ന് ഇ ശ്രീധരന്റെ ഭാര്യ രാധ നിലവിളക്ക് കൊളുത്തി ഓഫീസ് ഉദ്ഘാടനം ചെയ്തു. തന്റെ ആശയത്തിലുള്ള പദ്ധതിയെക്കുറിച്ച് പൊതുജനങ്ങളെ ബോധ്യപ്പെടുത്താനും അവരുടെ സംശയങ്ങൾ ദൂരീകരിക്കാനുമാണ് ആദ്യഘട്ടത്തിൽ ഓഫീസ് ഉപയോഗിക്കുകയെന്ന് ഇ ശ്രീധരൻ പറഞ്ഞു. പിന്നാലെ ജനങ്ങളിലേക്ക് ഈ പദ്ധതിയുടെ വിശദാംശങ്ങളുമായി ഇറങ്ങാനാണ് ഇ ശ്രീധരന്റെ തീരുമാനം. ഫെബ്രുവരി 15 മുതൽ യോഗങ്ങൾ നടത്തും. ആദ്യ യോഗങ്ങൾ മലപ്പുറത്തായിരിക്കും. പിന്നാലെ പദ്ധതി പ്രകാരം ട്രെയിൻ കടന്നുപോകുന്ന മറ്റ് ജില്ലകളിലും യോഗം നടത്തി കാര്യങ്ങൾ വിശദീകരിക്കും. ഓഫീസ് തുറന്നതോടെ ഇന്നു മുതൽ അതിവേഗ റെയിൽപാത പദ്ധതിയുടെ ഔദ്യോഗിക പ്രവൃത്തികൾ ആരംഭിക്കുമെന്നും ജീവനക്കാർ ഓരോരുത്തരായി എത്തിച്ചേരുമെന്നും ഓരോരുത്തർക്കും ആവശ്യമായ നിർദ്ദേശം നൽകുമെന്നും ഓഫീസ് ഉദ്ഘാടനത്തിന് ശേഷം ഇ ശ്രീധരൻ പ്രതികരിച്ചു. വേഗം പണി കഴിഞ്ഞാൽ പണം ജാസ്തിയാവുള്ളൂ. കാരണം വേഗം പണി തീർക്കാനുള്ള എങ്ങനെ ചെയ്യേണ്ടത് എന്തൊക്കെ ചെയ്യണമെന്നൊക്കെ പറഞ്ഞുകൊണ്ടില്ല. ഇപ്പം ഞാൻ പഴയ DPR പ്രൊപ്പോസ് ആവാം. ഇത് ഫസ്റ്റ് ടൈം ഒന്നല്ല. ആൻഡ് ബിഗ്ഗർ DPR വാസ് കണ്ണൂർ. അത് തന്നെ ഉണ്ടാക്കിയത്. അതിനൊക്കെ ഒന്ന് പറഞ്ഞു കൊടുത്തവർക്ക്. പിന്നെ ഞങ്ങളുടെ ആക്ച്വൽ ഫീൽഡ് വർക്ക് അത് ഒരു ജൂൺ 1 ആകുമ്പോഴേക്കും തീർക്കാനാണ് എൻ്റെ വിചാരം. കാരണം പിന്നെ മാറില്ലോ, അത് നല്ലതായ. അപ്പോൾ ഏപ്രിൽ 2 മെയ് ആയിട്ട് ഫീൽഡ് വർക്ക് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യും. അത് ഏജൻസി ഫിക്സ് ചെയ്യും. അലൈൻമെൻറ്റ് എങ്ങനെയൊക്കെ പോകുന്നത് അതൊക്കെ നീയൊക്കെ തീർച്ചയായിട്ടും. ഇപ്പോൾ ഏതൊക്കെ സ്റ്റേഷനാണ് വേണ്ടതെന്ന് തീർച്ചയായിട്ടും. എന്ത് ചെയ്യുമ്പോഴും നാട്ടുകാർക്ക് ഉപദ്രവമുണ്ടാകാതെ അവർക്ക് പ്രയോജനമുണ്ടാകുന്ന രീതിയിൽ ചെയ്യണം. പ്രശ്നങ്ങളുണ്ടെങ്കിൽ അവ പരിഹരിച്ച് മുന്നോട്ടു പോകണം. വേഗം കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണം. കൊങ്കൺ റെയിൽവേയുടെ DPR അടക്കം തയ്യാറാക്കിയ ആത്മവിശ്വാസമുണ്ട്. ഏപ്രിലിൽ ഫീൽഡ് വർക്ക് ആരംഭിക്കും. പാതയുടെ അലൈൻമെന്റ് അടക്കം തീരുമാനിക്കുമെന്നും ഇ ശ്രീധരൻ പറഞ്ഞു. നിലവിൽ ഏതൊക്കെ സ്റ്റേഷനുകളാണ് വേണ്ടതെന്ന് തീരുമാനിച്ചിട്ടുണ്ട്. അവ എവിടെയാണ് നിർമ്മിക്കേണ്ടതെന്നടക്കമുള്ള കാര്യങ്ങളും ഫീൽഡ് വർക്കിലൂടെ തീരുമാനിക്കും. 22 റെയിൽവേ സ്റ്റേഷനുകളാണ് വേണ്ടത്. പദ്ധതിയുമായി ബന്ധപ്പെട്ട ഫീൽഡ് വർക്ക് ജൂണിന് മുൻപായി തീർക്കും. സർവേ നടപടികളാണ് പിന്നീട് ആരംഭിക്കേണ്ടത്. ഇതിനായി പൊതുജനങ്ങളുടെ വിശ്വാസം നേടിയെടുക്കണം. ആളുകളെ വിശ്വാസത്തിലെടുത്താൽ പിന്നെ പേടിക്കേണ്ട കാര്യമില്ല. സർവേ ആളുകൾ നേരിട്ടായിരിക്കും ചെയ്യുക. ഏതൊക്കെ ഭൂമിയാണ് വേണ്ടതെന്നടക്കം തീരുമാനിച്ച ശേഷം അതിനുള്ള ചെലവും കണക്കാക്കും. 20 മീറ്റർ വീതിയാണ് പാതയ്ക്ക് ആവശ്യമായിട്ടുള്ളത്. അതിൽ ജനങ്ങളുടെ പ്രശ്നങ്ങളടക്കം കണക്കിലെടുത്തായിരിക്കും പദ്ധതിയുമായി മുന്നോട്ടു പോവുകയെന്നും ഇ ശ്രീധരൻ പറഞ്ഞു.